ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നൊരു ഫാമിലി ട്രിപ്പ് വ്ളോഗായിട്ടാണ് വന്നേക്കുന്നത്. ഈ ട്രിപ്പ് ഏകദേശം ഓഗസ്റ്റ് 1 ആയപ്പോഴാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴൊന്നും പോയിട്ട് വ്ളോഗല്ല ഇത്. അപ്പോൾ 10:30 ആയപ്പോഴാണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തുടങ്ങിയപ്പോൾ തന്നെ നമ്മളധികം വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായില്ല. പിന്നെ അവിടെ ഏകദേശം ഒരു 6:30 ആയപ്പോഴാണ് നല്ല വ്യൂസൊക്കെ കണ്ടു തുടങ്ങിയപ്പോഴാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്തു തുടങ്ങിയത്. ചെറിയൊരു മഴയും ഉണ്ടായിരുന്നു. നമ്മൾ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത് ഒരു വെള്ളിയാഴ്ച ആയിരുന്നു. അപ്പോൾ ആണുങ്ങളെല്ലാം ജുമാക്ക് വേണ്ടിയിട്ട് പള്ളിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം നമ്മുടെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് അതെല്ലാം കഴിഞ്ഞ് ട്രാവലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഒരു 3:30-4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ റിസോർട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ എൻട്രൻസ്. നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഇടുക്കിയിലുള്ള ഗ്രീൻബർഗ് റിസോർട്ടിലായിരുന്നു. ഇവിടെയാണ് 12th Man ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ റിസോർട്ടിലേക്കാണ് പോയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ട്രാവലൊക്കെ ചെയ്തിട്ട് നേരെ അവരുടെ എൻട്രൻസിൻ്റെ അവിടെ തന്നെ പോയി നിന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ കുറേ മരങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ പേരെല്ലാം അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല വെറൈറ്റീസ് ഓഫ് മരങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഓരോരുത്തരായി വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ റിസോർട്ടിൻ്റെ എൻട്രൻസിലേക്ക് നേരെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ആദ്യം തന്നെ 3:30 ആയതുകൊണ്ട് നമ്മൾ ആദ്യം ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് ബൊഫേ പോലെ ആയിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറേ ഫുഡ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞാനൊരു സൂപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് എല്ലാം ഓരോ ഇത്തിരി എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അവർ ഐസ്ക്രീമൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് അത്ര തണുപ്പൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോരുത്തരായിട്ട് റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ റൂം ഇങ്ങനെയായിരുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളി റൂമായിരുന്നു. എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിന് വലിയ റൂമൊക്കെ ആയിരുന്നു. റൂമിലേക്ക് എത്തിയപ്പോഴത്തേക്കും നമ്മളോട് എല്ലാവരോടും പെട്ടെന്ന് തന്നെ റെഡിയാവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ ചെക്കിങ്ങിൻ്റെ സമയം ഏകദേശം 12 മണി 12:30 ആയിരുന്നു. പക്ഷേ നമ്മൾ ഒരു 4 മണിയൊക്കെ ആയല്ലോ അവിടെ എത്തിയപ്പോൾ. അപ്പോൾ ഇവിടെ കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അതുകൊണ്ട് എല്ലാവരോടും പെട്ടെന്ന് റെഡിയാവാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ ഇവിടെ കയാക്കിംഗ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങളൊക്കെ ചെയ്ത് അടുത്ത ആൾക്കാർ കയറാൻ പോകുന്ന സമയത്തേക്കും മഴയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഇവിടെ ഇരുന്ന് മഴയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് മഴയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ നേരം അവിടെ എല്ലാം ഇരുന്ന് മഴയെല്ലാം കണ്ടിട്ട് നമ്മൾ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തേക്കാണ് അടുത്തതായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ആയിരുന്നെങ്കിൽ നല്ല കോടയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു, തണുപ്പൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ എല്ലാവരും കുറേ നേരം സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇരുന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. നീന്താനൊന്നും അറിയില്ലെങ്കിലും നമ്മളിവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ടൈം വെള്ളത്തിലെല്ലാം കളിച്ച് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ റൂമിലേക്കൊക്കെ പോയി എല്ലാവരും റെഡിയെല്ലാം ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഇൻഡോർ ഗെയിംസൊക്കെ പോയി നോക്കാമെന്ന് വിചാരിച്ച് രാത്രി കോടയെല്ലാം ഉള്ള സമയത്ത് നമ്മൾ ഇൻഡോർ ഗെയിംസ് പോയി നോക്കി. ഇൻഡോർ ഗെയിംസായിട്ട് അവിടെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കുറച്ച് ആൾക്കാരെല്ലാം ലുഡോ കളിക്കാനിരുന്ന് ബാക്കി ആൾക്കാരെല്ലാം അവിടെ ബാഡ്മിൻ്റനും ക്യാരംസൊക്കെ കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലുഡോ എല്ലാം കളിച്ച് കളി പകുതി ആയപ്പോഴത്തേക്കും കോൾ വന്നിട്ടുണ്ടായിരുന്നു, ഫുഡ് റെഡിയായി, ഫുഡ് കഴിക്കാൻ പോകാമെന്ന്. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി ഫുഡെല്ലാം കഴിക്കാൻ പോകണമായിരുന്നു. രാത്രിത്തെ ഫുഡും നല്ല അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ ഓരോരുത്തർ ഓരോന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഡെസേർട്ടും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഡെസേർട്ട് സാധാ ഐസ്ക്രീമൊന്നും ആയിരുന്നില്ല, എന്തോ പുഡിങ് എന്തോ പോലെ ആയിരുന്നു. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് അവിടെ നിൽക്കുന്ന സമയത്ത് നല്ല കോടമഞ്ഞ് ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് പോയിട്ട് കുറച്ച് നേരം ഡാൻസും പാട്ടൊക്കെ ആയിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാവരും കിടന്നു. രാവിലെ തന്നെ എല്ലാവരും നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം എഴുന്നേറ്റപ്പോൾ തന്നെ കണ്ട വ്യൂ ഇതാണ്. നല്ല കോടമഞ്ഞൊക്കെ നിറഞ്ഞിരിക്കുന്നു, നല്ല തണുപ്പും ഉണ്ടായിരുന്നു രാവിലെ തന്നെ. ഇവിടെ കുറച്ച് നേരം നോക്കിയൊക്കെ നിന്നതിന് ശേഷം നമ്മളെല്ലാവരും പെട്ടെന്ന് പോയി റെഡിയായി. ഇന്ന് നമുക്ക് കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഫ്രഷ് ആയിട്ട് 7 മണി 7:30 ആയപ്പോഴത്തേക്കും അവർ ചായ കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ ഇതേപോലത്തെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അവിടെ നിന്നിട്ടാണ് നമ്മൾ ടീ കോഫി എല്ലാം കുടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി പെട്ടെന്ന് റെഡിയായി നമ്മൾ വ്യൂ പോയിൻറ്റിലേക്കാണ് നമുക്ക് ഇന്ന് രാവിലെ ആദ്യം പോകാനുണ്ടായിരുന്നത്. കുറച്ച് നടന്നപ്പോഴത്തേക്കും മഴ നമ്മളെ ചതിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ നിന്ന്. ഇവിടെ നിന്നപ്പോഴും നല്ല വ്യൂ ആയിരുന്നു. കോടമഞ്ഞിങ്ങനെ പോകുന്നു, മഴ പെയ്യുന്ന ഒരു ഫുട്ബോൾ ഗ്രൗണ്ട്, എല്ലാം നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം നിന്നിട്ട് മഴ നിൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ ഷവർ ക്യാപ്പ് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷവർ ക്യാപ്പ് എല്ലാം ഇട്ട് ഓരോരുത്തരിങ്ങനെ നടന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കയറുന്തോറും നല്ല നല്ല വ്യൂസ് ആയിരുന്നു നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നത്. കോടമഞ്ഞെല്ലാമായിട്ട് അടിപൊളിയായിരുന്നു. ഓരോരുത്തരായിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ നല്ല കാറ്റുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വ്യൂ പോയിൻറ്റിലെത്തിയിട്ട് ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അവിടുത്തെ നല്ലൊരു പാറക്കല്ല് പോലെ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അതിൻ്റെ മേളിൽ കയറി എല്ലാവരും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത്. അവിടെ കാറ്റൊക്കെ ശരിക്കും ഇത്രയും തന്നെ ഉണ്ടായിരുന്നു. ഈ വീഡിയോ ക്ലിപ്സ് ഒന്നും ഞാൻ സ്പീഡാക്കിയിട്ടുണ്ടായിരുന്നില്ല, ഇത്രയും കാറ്റുണ്ടായിരുന്നു അവിടെ. അങ്ങനെ അവിടെ നിന്ന് കുറേ നേരം ഫോട്ടോ എടുത്തിട്ട് വേറെ ഒരു സ്പോട്ട് കണ്ടുപിടിച്ച് നമ്മൾ അവിടെ നിന്നും കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. മഴയായതുകൊണ്ട് അധികം നേരവും നിന്നിട്ടുണ്ടായില്ല. എന്നാലും കുറേ നേരം അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു അവിടെ നിന്നിട്ടിങ്ങനെ കാറ്റൊക്കെ കൊണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും പതിയെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളാണ് ഏറ്റവും ബാക്കിലുണ്ടായിരുന്നത്. നമ്മളിവിടെ നിന്നാണെങ്കിൽ കുറേ ഫോട്ടോസും എടുത്തിട്ടുണ്ടായിരുന്നു. രാവിലെ എല്ലാം ആയിട്ടും നല്ല കോടമഞ്ഞുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഏകദേശം 8 മണി ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് റൂമിൽ നിന്ന്. എന്നാലും ഇത്രയും കോടമഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ നമ്മൾ ഓരോരുത്തരും അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ കുറേ ഫോട്ടോസൊക്കെ എല്ലാം എടുത്ത് പതിയെ ഇങ്ങനെ ഇറങ്ങണമായിരുന്നു. ഇറങ്ങുമ്പോഴും നല്ല രസമുണ്ടായിരുന്നു ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. രാവിലെ നമുക്ക് കുറേ ഓപ്ഷൻസും ഉണ്ടായിരുന്നു. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഇഡ്ഡലിയാണ്. അതിനൊപ്പം കുറച്ച് ചോക്കോസും പഴം പുഴുങ്ങിയതും മുട്ടയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരും ഓരോന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്നും ഇറങ്ങി നമ്മൾ ഇറങ്ങുന്ന ഭാഗത്ത് ഇങ്ങനെ കാണാനും നല്ലൊരു വ്യൂ തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 12:30 ആയപ്പോഴത്തേക്ക് നമ്മുടെ റൂം വെക്കേറ്റ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് കൊടുത്ത് ഇനിയാണ് നമ്മൾ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റെയിൻ കോട്ട് അവർ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. ഇതേപോലെ പുറത്തുനിന്ന് കാണുമ്പോൾ ഒട്ടും അഡ്വഞ്ചറസ് ആയിട്ടൊന്നും തോന്നിയിട്ടുണ്ടായില്ല. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വര പോലെയൊക്കെ എന്തൊക്കെയായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ കയറി ചെയ്തു തുടങ്ങിയപ്പോൾ നല്ല അഡ്വഞ്ചറസ് ആയിരുന്നു. എനിക്കാണെങ്കിൽ നല്ല പേടി ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോന്നും ഇതിൻ്റെ മുകളിലിരുന്ന് ഓരോന്നും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതും നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഉച്ചക്കത്തെ ഫുഡും നല്ല ഫുഡായിരുന്നു. പക്ഷെ നമ്മൾ ബൊഫെ എടുത്തിട്ടുണ്ടായില്ല. നമ്മൾ മുകളിലത്തെ സെക്ഷൻ്റെ അവിടെ പോയിരുന്നു ഫുഡ് കഴിച്ച്. അപ്പോൾ ആ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെയും നല്ല വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. ഇതേപോലത്തെ നല്ല രസമായിരുന്നു. ചെറിയ മഴയെല്ലാം ഉണ്ടായിരുന്നു. മഴയും കോടമഞ്ഞും എല്ലാമായിട്ട് നല്ല രസമുണ്ടായിരുന്നു ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയിരിക്കാനായിട്ട്. അങ്ങനെ ഓരോരുത്തർ ഫുഡെല്ലാം കഴിച്ച് കഴിയുന്നത് വെയിറ്റ് ചെയ്ത് നമ്മളിവിടെ ഇങ്ങനെ കുറേ നേരം നോക്കിയിരുന്നു. ഇവിടെയൊക്കെ നല്ല കോടമഞ്ഞ് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ ഇപ്പോൾ ഞാൻ കുറേ പ്രാവശ്യമായിട്ടുണ്ടാവും കോടമഞ്ഞ് എന്ന് പറയുന്നത്. നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഡെസേർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡെസേർട്ടൊക്കെ കഴിച്ച് നമ്മൾ നമ്മുടെ റൂമിലേക്കൊന്ന് കയറിയിട്ട് നമ്മുടെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു നനഞ്ഞതുകൊണ്ട്. അങ്ങനെ ബസ്സിൽ കയറിയിട്ട് ആക്ടിവിറ്റീസൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു നീണ്ട ഉറക്കത്തിന് ശേഷം നമ്മൾ ഏകദേശം വീടൊക്കെ എത്താറായപ്പോൾ നമ്മൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ഉഷാറാക്കാൻ വേണ്ടി കുറേ മിഠായിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ട്രിപ്പിൽ ഞാൻ ആദ്യമായിട്ട് എൻ്റെ കുനാഫ ചോക്ലേറ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടാണ്ട് വേറെയും കുറേ ചോക്ലേറ്റ്സൊക്കെ കഴിച്ച് അങ്ങനെ നമ്മുടെ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള 2 ദിവസം പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.